നമസ്കാരം. സഭാപിതാക്കന്മാരെ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ജൂൺ 5-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന്റെയും അദ്ദേഹത്തിന്റെ വികാരിയുടെയും നേതൃത്വത്തിൽ അതിരൂപത ആസ്ഥാനത്ത് ഒരു വൈദിക സമ്മേളനം ചേരുകയുണ്ടായി. വൈദിക സമിതി യോഗമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. അങ്ങനെ ഒരു സമിതി ഇല്ല എന്ന വാദം ഉയർന്നപ്പോൾ ആലോചനാ സമിതിയുടെയും കൊറോണ വികാരിമാരുടെയും സംയുക്ത യോഗമെന്നാക്കി. വിമതന്മാരെ തൃപ്തിപ്പെടുത്താനാകണം എങ്ങനെയും ഈ യോഗം കൂടണമെന്ന് പിതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു. വൻ പോലീസ് സന്നാഹങ്ങളാണ് അതിനുവേണ്ടി ഒരുങ്ങിയത്. കൊറോണ വികാരി എന്ന നിലയിൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയഞ്ഞാളിയത്തച്ഛനും ക്ഷണം കിട്ടി. അച്ഛൻ പോയി. ഇതും അവിടെ ഉണ്ടായിരുന്ന വിമത നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പുറത്തു പോകണമെന്ന് അവർ ശാഠ്യം പിടിച്ചു. അതേ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ സമ്മേളന ഹാളിൽ നിന്നും ഇറക്കി വിട്ടു. പകരം അവിടെ ഇരുന്നത് ആരാണ്? മുൻ അഡ്മിനിസ്ട്രേറ്റർ, അതിരൂപതയുടെയും മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂരിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരുന്നതാണ്. അദ്ദേഹം അനുസരിച്ചില്ല. അദ്ദേഹം മെത്രാനെതിരെ സിവിൽ കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ മെത്രാനെതിരെ കേസ് കൊടുക്കുന്നത് ഗൗരവമേറിയ സഭാ കുറ്റമാണ്. എന്നാൽ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. പാമ്പ്ളാനി പിതാവിന്റെ മൗന സമ്മതത്തോടെയാണിതെന്ന് പറയുന്നു. അദ്ദേഹത്തിനെതിരായ പരാതി എറണാകുളത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ ചേർന്നു. ഈ വൈദിക സമ്മേളനത്തിന്റെ തലേന്ന് ട്രിബ്യൂണലിൽ വിധി വന്നു. 24 മണിക്കൂറിനുള്ളിൽ പള്ളിമുറിയും ഓഫീസും ഒഴിയണമെന്ന് നിർദ്ദേശിച്ച് ഈ വിധി കയ്യിൽ വെച്ചിട്ടാണ് മാർ തട്ടിൽ പിതാവ് അദ്ദേഹത്തെ യോഗത്തിൽ ഇരുത്തിയത്. മാർ തട്ടിൽ പിതാവ് തന്നെയാണ് ഈ ട്രിബ്യൂണൽ സ്ഥാപിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ വിമതരുടെ ആവശ്യം ഈ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്നാണ്. ഈ ആവശ്യത്തിന് മാർ തട്ടിൽ പിതാവ് വഴങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം. മെത്രാന്മാരുടെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്നല്ലേ ഇതെല്ലാം നൽകുന്ന സൂചനകൾ? നിയമമൊന്നും നോക്കണ്ട, കയ്യൂക്കുള്ളവർ കാര്യം കാണട്ടെ എന്നല്ലേ അത് നൽകുന്ന സന്ദേശം? നിലവിലുള്ള കൂരിയയെ മാറ്റണമെന്നാണ് വിമതരുടെ മറ്റൊരാവശ്യം. മാർ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരിയും അതിനുവേണ്ടിയാണത്രേ ഒരുങ്ങുന്നത്. തങ്ങൾ മാറുന്നില്ല എന്ന് കൂരിയാംഗങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും? മുൻപ് മാറാൻ പറഞ്ഞ പലരും മാറിയിട്ടില്ല. പിന്നെ എന്തിന് അവരെ മാറ്റണം? മണവാളൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ഓർക്കണം. അവിടുത്തെ കൈക്കാരന്മാർ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അവർ കേസ് കൊടുത്താൽ മണവാളൻ ക്രിമിനൽ കേസിൽ പ്രതിയാകും. അങ്ങനെ ഒരു ക്രിമിനൽ പ്രതിയെ സംരക്ഷിക്കുന്ന മെത്രാന്മാർ എങ്ങനെ കൂരിയായിലെ അച്ഛന്മാരോട് മാറാൻ ആവശ്യപ്പെടും? അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ബലമായി പിടിച്ച് പുറത്താക്കണം. അത് വിശ്വാസികൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു, ബലമായി അറസ്റ്റ് ചെയ്തു നീക്കാം. അപ്പോൾ പുതിയ ആളുകൾക്ക് അവിടെ കയറാൻ പറ്റുമായിരിക്കും. വിശ്വാസികൾ അവരെ ഉപരോധിച്ചാൽ എന്തു ചെയ്യും? രാഷ്ട്രീയ സ്വാധീനവും പോലീസ് സഹായവും കൊണ്ടാണ് അതിരൂപത ഭരിക്കാൻ പോകുന്നത്. സഭയുടെ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? ഇതെല്ലാം കാണുന്ന സഭയുടെ അല്പമെങ്കിലും സ്നേഹമുള്ള മറ്റു മെത്രാന്മാരോടാണ് ചോദ്യം. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടേക്കാണ് സഭയെ കൊണ്ടുപോകുന്നത്?